ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് വഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെബ്സൈറ്റാണ്. ഇതേ മോഡലിലുള്ള പല വെബ്സൈറ്റുകളും നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതെല്ലാം വർക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ചില വെബ്സൈറ്റുകൾ ചില ടൈമിൽ വർക്കിംഗ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈമിൽ മാത്രമേ നമുക്ക് ഫ്രീ ട്രയൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മാത്രമേ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ചില ടൈമിൽ നമുക്ക് ഫോളോവേഴ്സ് കിട്ടാത്തത്. കാരണം ഇതിൻ്റെ എല്ലാം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം നല്ല അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ എല്ലാ വെബ്സൈറ്റുകളും വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് വരുന്ന അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന വെബ്സൈറ്റുകളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അന്നേരം നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. കിട്ടിയ അത്രയും ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മുന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കയറത്തുള്ളൂ. പിന്നെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. പ്രൈവറ്റ് ആണെങ്കിൽ ഫോളോവേഴ്സ് കയറത്തില്ല. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂസും ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നമ്മുടെ ഫ്രീ ഫോളോവേഴ്സ് വെബ്സൈറ്റിലേക്ക് പോകേണ്ട ലിങ്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിന്നീടായിരിക്കും. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആ ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ട് ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് മാത്രമേ ലോഗിൻ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആയിരിക്കും. അന്നേരം അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് വരും. അത് കണ്ടു നോക്കിയിട്ട് അതും കൃത്യമായിട്ട് ചെയ്യുക. എന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഒരു ഒറിജിനൽ അക്കൗണ്ടിൻ്റെ ഫീൽ തോന്നണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതേപോലുള്ള കിടിലം വെബ്സൈറ്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അതുവഴി നിങ്ങൾക്കും ഫോളോവേഴ്സ് കിട്ടും, എനിക്കും ഫോളോവേഴ്സ് കിട്ടും. ഞാനും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഒരിക്കലും എനിക്ക് കയറിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റ്? കാരണം എനിക്ക് അറിഞ്ഞൂടെ, എന്നാൽ കമൻറ്റിനകത്ത് വന്നിട്ട് പൂരത്തെറിയായിരിക്കും. കാരണം പിന്നെയെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് കുറേ നാൾ കഴിയുമ്പോൾ വർക്കിംഗ് ആവണമെന്നില്ല. കാരണം എൻ്റെ വെബ്സൈറ്റ് അല്ല, പല ആളുകൾ ഇറക്കുന്നതാണ്. അന്നേരം അവർ ഫസ്റ്റ് ഫ്രീ ട്രയൽ കൊടുക്കാറ് വെബ്സൈറ്റ് ഇഷ്ടം പോലെ ഓടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ടൈമിൽ മാക്സിമം നമ്മൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ആ 3 പോസ്റ്റിനൊന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് കാണുന്ന 50 അക്കൗണ്ട് കണ്ടില്ലേ, 50 അക്കൗണ്ട് ഫോളോയിങ് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് വരുന്ന 20 അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. ഞാനിത് ട്രിക്സ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ കുറേ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഫസ്റ്റ് വരുന്ന 20 അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്ന ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ബാക്ക് അടിച്ച് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഗൈസ്. എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്കാണ് വരുന്നത്, ഗോ ടു വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അന്നേരം നമ്മൾ അവിടെ എന്താണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അന്നേരം നമ്മൾ എന്താണ് അവിടാണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. സെൻഡ് ഫോളോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടാണ് നമ്മുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് എന്താണ് ഈ സെൻഡ് ഫോളോ എന്നുള്ള അതൊന്ന് പ്രസ് ചെയ്യാം. അന്നേരം വന്നിരിക്കുന്നുണ്ടല്ലേ ഫാസ്റ്റ് ഫാൻ ലോഗിൻ, അതാണ് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. അന്നേരം അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം. ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡുമാണ് അവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടാണ് നമ്മളവിടെ ലോഗിൻ ചെയ്യേണ്ടത്. ചിലർ വിചാരിക്കും ഒറിജിനൽ അക്കൗണ്ട് കൊടുത്താലേ കയറത്തുള്ളൂ. ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് കൊടുക്കരുത്. ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം നമ്മൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടാണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്ത് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. സെൻഡ് ഫോളോ എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഗൈസ്. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബോക്സിൽ നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അന്നേരം ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ ആ പച്ച ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ വരും. ചിലരുടെ ചിലപ്പോൾ വരണമെന്നില്ല, ചില ടൈമിൽ വരത്തില്ല. 10 എന്നുള്ളിടത്ത് നമുക്ക് 10,000 എന്നുള്ള രീതിയിൽ കൗണ്ട് കൊടുക്കാം. കൗണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ പഞ്ഞ ബോക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ താഴെ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അന്നേരം ഇതേപോലുള്ള കിടിലം വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ മച്ചന്മാരെ.